അല്ല അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ പൃഥ്വിരാജ് എന്നൊക്കെ പേരൊക്കെ പറയുമ്പോഴത്തേക്കേ നമ്മളിങ്ങനെ മറ്റേ പ്രസവിച്ച് കിടക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കേട്ട് എന്താ എന്ന് ചോദിച്ചൊരവസ്ഥ ഉണ്ടായിരുന്നു. അല്ല പുള്ളി ആദ്യമേ പറഞ്ഞു ഈ പേരുകൾ തന്നെ വേണം എന്നുള്ളത്. അങ്ങനെ പറഞ്ഞോ? അത് അവിടേക്ക് പറഞ്ഞു മോളാണെങ്കിൽ ഗംഗ നെടുവെന്നും പറഞ്ഞു. അതും ഞാൻ ഈ അടുത്ത കാലത്ത് ഇന്റർവ്യൂവിൽ പറഞ്ഞു. ഞാനിപ്പോ ചോദിക്കാൻ ഗംഗ സാധാരണ ഗംഗ സാധാരണ നിനക്ക് ഗംഗ എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയാൻ ചോദിച്ചു. പിന്നെ അതിനൊരു കഥ പറയും. ഇപ്പൊ ആലോചിക്കുമ്പോഴത്തേക്ക് ആ പേരുകളൊക്കെ ഭയങ്കര ആ ഒരു അല്ല ഏതായാലും ഈ മക്കളുടെ പേര് വേറെ ആരും വന്നില്ല സ്കൂളിൽ. അത് സുഖം പറയാം. ശരിയാ. അതിന് സുഖം പറയാം. ഓ എന്റെയൊക്കെ പേരുണ്ടല്ലോ, സുകുമാരൻ തല്ലി, സുകുമാരൻ നുള്ളി, ഏത് സുകുമാരൻ മറ്റേ അവിടുത്തെ ശുഖപുരത്തുനിന്ന് വരുന്ന മറ്റേ ഇങ്ങനെ ആയിപ്പോയി ചറപറ സുകുമാരൻ. പക്ഷെ വേറെ ആരും ശ്രദ്ധിച്ചോ, മല്ലിക എന്ന് പേരുള്ള വേറെ ആരുള്ള? വെറും മല്ലിക അല്ല മോളെ, ഇനിയും പറയാം. പ്രേമചന്ദ്രിക, രാഗലതിക, മോഹമല്ലിക, ഇതാണ് ഞങ്ങൾ 3 സിസ്റ്റേഴ്സ്. അപ്പൊ ഈ കല്യാണം കഴിഞ്ഞ് കുറെ കഴിഞ്ഞൊക്കെ ആയപ്പോ ഇന്റർവ്യൂ ഒക്കെ ഞങ്ങൾ അച്ഛനോട് പറഞ്ഞ അച്ഛ പിന്നെ എല്ലാവർക്കും മക്കളും ഒക്കെ ആവാനൊക്കെ ആയി. പ്രേമചന്ദ്രിക, രാഗലതിക, മോഹമല്ലിക, ഞങ്ങൾ ഈ പ്രേമവും രാഗവും മോഹവും മാറ്റിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ്റെ മറുപടി, സർവത്ര മാറ്റിയാലും എനിക്കൊരു കുഴപ്പമില്ല, അതൊക്കെ നിന്റെ കെട്ടിയന്മാരോട് ചോദിക്കാനും. അപ്പൊ പണ്ട് ഇതുപോലെ അച്ഛൻ സാഹിത്യ കുടുംബമല്ലേ, എന്തോ അവരുടെ ഇവിടെ തീരുമാനിച്ചിട്ടതാണ് പ്രേമചന്ദ്രികയും. ഞാൻ അവസാനം ഞങ്ങൾ 3 പേരും കൂടെ പറഞ്ഞു ഇനിയിപ്പൊ പ്രേമവും രാഗവും മോഹവും വേണ്ട, ചന്ദ്രിക, ലതിക, മല്ലിക. അപ്പൊ ഇത് കല്യാണം കഴിയുമ്പോൾ ചന്ദ്രിക മേനോനായി, ലതിക കർത്തായായി. ചേട്ടൻ അവിടെ ഫിസിക്സിന്റെ വലിയ HOD ഒക്കെ ആയിരുന്നു. ചേട്ടൻ്റെ പുസ്തകമൊക്കെ പഠിച്ചിട്ടുമൊക്കെ ഉണ്ട് രണ്ടാമത്തെ ആളിന്. മല്ലിക സുകുമാരനുമായി. അപ്പൊ അച്ഛൻ കൂടെ പറയും നമ്മളൊക്കെ ഇട്ട പേരിനോട് കല്യാണം കഴിഞ്ഞപ്പോൾ പുച്ഛം. അതല്ല പേരെന്താ, പ്രേമചന്ദ്രിക, മോഹമല്ലിക, തീർന്നില്ലയോ ഈ 50-ാം കാലത്ത് മോഹം എന്ന് ചോദിക്കുന്നവർ. ഞാനേ ഉള്ളു തമാശ പറഞ്ഞ എൻ്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ. മറ്റേ 2 ചേച്ചിമാരെ നല്ല കുഞ്ഞുങ്ങളാണ്. അതെ, അവരാരും അധികം സാധാ അവരുടെ പേരുകൾ അധികം വെളിയിൽ വരാത്ത. പഠിപ്പീര് ടീച്ചറെ ഞാൻ പറയും എൻ്റെ മൂത്ത ചേച്ചിയുടെ കാര്യമുള്ള ചേച്ചിയുടെ കാര്യം പറയും ഇപ്പോഴും പഠിപ്പിച്ചോണ്ട് നടക്കാൻ. അല്ല നമ്മളോട് പേരെന്താന്ന് ചോദിക്കും, ഞാൻ ഇങ്ങനെ 2 തവണ ഇരുന്ന് ഇവനോട് മോഹമല്ലിക എന്ന് പറയണോ മല്ലിക എന്ന് പറയണോ. എൻ്റെ ഈശ്വരൻ.